അത് കഴിഞ്ഞ് നിലവിൽ പിന്നെ എനിക്ക് നേരിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച്, ഇതൊരു 3 പോയിന്റുള്ള സ്വിച്ചാണ് നിലവിൽ. പക്ഷെ എനിക്കറിയില്ലായിരുന്നത്, കാരണം നമ്മൾ ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ഹെഡ്ലൈറ്റ് കത്തി കിടക്കാണല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ഹെഡ്ലൈറ്റ് കത്തി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു വണ്ടിയുടെ നോക്കിയപ്പോഴാണ് എനിക്ക് ഇതൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നിലവിൽ ആ സ്വിച്ച് അത് കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് 34,000 കിലോമീറ്ററിൽ 3 പ്രാവശ്യം ആ സ്വിച്ച് ചേഞ്ച് ചെയ്ത്. പിന്നെ എനിക്ക് നിലവിൽ നേരിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഹെഡിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഇവിടെ നിന്നും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ അത് നിലവിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ അത് മാറി. ഇപ്പം നിലവിൽ ഇഷ്യൂ ഇല്ല, പക്ഷെ അതൊരു 3 പ്രാവശ്യം മാറിയിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഗിയർ ബോക്സ് സൈഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാലൻസ് വീൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു 6,000 കിലോമീറ്ററിൽ. അപ്പോൾ അത് മാറി. അത് കഴിഞ്ഞൊരു 8,000 കിലോമീറ്റർ ആയപ്പോഴത്തേനും അങ്ങനെ ഒരു 8,000 കിലോമീറ്റർ ആയപ്പോഴത്തേന് ഈ സസ്പെൻഷൻ, ഇതിൻ്റെ ഷോക്ക് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അന്വേഷിച്ചപ്പോൾ ഇതിനൊരു 900 രൂപയോളം വരുന്നുണ്ട് റേറ്റ്. അങ്ങനെ നമ്മളിത് ഷോറൂമിൽ കൊണ്ട് ചെന്നപ്പോൾ അവരത് വാറണ്ടിക്ക് അയച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അത് നമുക്ക് വാറണ്ടി കിട്ടി കേസ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കംപ്ലൈൻറ്റ്സിനും ഷോറൂമാർ സർവീസ് ചാർജ് വാങ്ങിക്കണം. അതുപോലെ പിന്നൊരു 8,000-9,000 കിലോമീറ്റർ ആയപ്പോഴത്തേന് ഈ ഒരു ആക്ഷൻ പോയി ഇതിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആണെന്ന്. അങ്ങനെ ഇത് നമ്മൾ ഷോറൂമിൽ കൊണ്ട് ചെന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഇതിൻ്റെ ഗിയർ ബോക്സ് പ്രശ്നമാണെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വേറൊരു ഷോറൂമിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ ഗിയറിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ്. അങ്ങനെ അത് ഒരു പ്രാവശ്യം മാറി. അത് പിന്നെ ഒരു 2,000 കിലോമീറ്റർ ആയപ്പോഴത്തേന് പിന്നെ ഒടിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ. സ്പ്രിങ്ങിന് ആകെ വരുന്ന ഒരു 35 രൂപ ഉള്ളൂ. പക്ഷെ നമ്മുടെ അന്നൊരു 600 രൂപ എന്തോ സർവീസ് ചാർജ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇത് 2,000 കിലോമീറ്ററിൽ പിന്നെ ഒടിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ഷോറൂമിൽ കൊണ്ട് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു 2,800 രൂപയോളം നമുക്ക് അതിന് ചിലവ് വന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ നേരിട്ട് ഇഷ്യൂസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.